കോമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സെമസ്റ്റർ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസ്സുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ അടുത്ത പോർഷനായിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ പ്രൈമറി മാർക്കറ്റിലെ അടുത്ത പോർഷനായിട്ടുള്ള ബോണസ് ഇഷ്യൂ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 63 ഓഫ് കമ്പനീസ് ആക്ട് 2013 ബോണസ് ഇഷ്യൂവിനെ പറ്റി പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, എന്താണ് ബോണസ് ഇഷ്യൂ? ബോണസ് ഇഷ്യൂ ഈസ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിനെയാണ് നമ്മൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഇഷ്യൂഡ് ഔട്ട് ഓഫ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എത്രമാത്രമാണോ അവരുടെ ഷെയർ, ആ കമ്പനിയിലുള്ള അവരുടെ ഷെയറിൻ്റെ അനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് അവരുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് അവരുടെ ഷെയർസിൻ്റെ പ്രപ്പോർഷൻ തന്നെ ആയിരിക്കും. നോക്കിക്കേ, ഒരു മീനിങ് എന്താണെന്ന്. ബോണസ് ഇഷ്യൂ ഈസ് ദ ഇഷ്യൂ ഓഫ് അഡീഷണൽ ഷെയർസ് ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വിത്തൗട്ട് റെസിപ്റ്റ് ഓഫ് എനി കൺസിഡറേഷൻ ഫ്രം ദം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് റെസിപ്റ്റ്, ഒരു കൺസിഡറേഷനും ഒരു പേയ്മെൻറ്റും മേടിക്കാതെ ഇഷ്യൂ ചെയ്യുന്ന അഡീഷണൽ ഷെയർസ് ആണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന. എവിടെ നിന്നാണ്? അവരുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന അഡീഷണൽ ഷെയർസിനെയാണ് നമ്മൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് നോക്ക്. ബോണസ് ഇഷ്യൂസ് ആർ ഡിഫൈൻഡ് ആസ് ഷെയർസ് ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് in the proportion of shares held by them without a receipt of anything as consideration from them. അത് തന്നെയാണ് ഡെഫിനിഷനിലും പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ആണ്, അവരുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ പ്രപ്പോർഷൻ അനുപാതത്തിനനുസരിച്ചാണ് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. വിത്തൗട്ട് റെസിപ്റ്റ് ഓഫ് എനിത്തിങ് ഫ്രം ദം. കൺസിഡറേഷനായിട്ട് ഒന്നും തന്നെ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുമില്ല. അതാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ബോണസ് ഷെയർസിൻ്റെ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു റെഡ്യൂസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഒന്നാമത് പറയുന്നത് ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറയ്ക്കാനെ കൊണ്ടാണ്. അതായത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് റെഡ്യൂസസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. അപ്പോൾ ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറയ്ക്കുന്നതിലൂടെ തന്നെ കൂടുതൽ മാർക്കറ്റബിൾ ആക്കാൻ, ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറച്ചാൽ കൂടുതൽ ഷെയർസ് ഇഷ്യൂ ആവുമല്ലോ. അപ്പോൾ മാർക്കറ്റബിൾ ആക്കാനെ കൊണ്ടാണ് ടു റെഡ്യൂസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, അതായത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് ഗുഡ് പ്രോസ്പെക്ട്സ്. അപ്പം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനൊരു ഇൻഡിക്കേഷൻ ആണെന്ന് നോക്കിക്കേ. ടു ദ ഇൻവെസ്റ്റേഴ്സ് ദാറ്റ് ദ കമ്പനി ഹാസ് ഗുഡ് പ്രോസ്പെക്ട്സ്. കമ്പനി നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, കമ്പനിക്ക് ഒരു നല്ല പ്രോസ്പെക്റ്റ് ഉണ്ട്, നല്ല പേരുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കൂടുതലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകും. അവിടുന്ന് ഷെയർസ് മേടിക്കാൻ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഗുഡ് പ്രോസ്പെക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് കമ്പനിയുടെ ഗുഡ് വിൽ എന്തുവഴി ഇൻക്രീസ് ചെയ്യുന്നു? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് വഴി ഇൻക്രീസ് ചെയ്യുന്നു കമ്പനിയുടെ ഗുഡ് വില്. അതുപോലെ തന്നെ ടു റേസ് ക്യാപിറ്റൽ. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ഈസ് ആൻ എക്സ്പെൻസീവ് മെത്തേഡ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ബൈ വിച്ച് ക്യാഷ് റിസോഴ്സ് ഓഫ് ദ കമ്പനി ആർ കൺസേൺഡ്. അപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്, വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തേഡായിട്ട് നമുക്ക് ഇതിനെ കാണാം, ബോണസ് ഷെയർ ഇഷ്യൂവിനെ കാണാൻ സാധിക്കും. പിന്നെ ടു മേക്ക് ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈഡ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് വഴി ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നു എന്ന് പറയുന്നു. അതായത് ആസ് ദ ഷെയർസ് ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ഫോർ റിയലൈസിങ് ക്യാഷ്. അവരുടെ ഷെയർസ് എന്ത് ചെയ്യാൻ സാധിക്കും? മാർക്കറ്റിൽ വിറ്റ് ക്യാഷ് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നും പറയുന്നു. ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു, ടു ഇൻഡിക്കേറ്റ് ഗുഡ് പ്രോസ്പെക്ട്സ്, ടു ഇൻക്രീസ് ദ ഗുഡ് വിൽ, ടു റേസ് ക്യാപിറ്റൽ, ടു മേക്ക് ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ബോണസ് ഇഷ്യൂവിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ബോണസ് ഇഷ്യൂ നടത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യം പറയുന്നു അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി. കമ്പനിക്ക് എന്ത് ഗുണമാണുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, അൺആൾട്ടേർഡ് ലിക്വിഡിറ്റി പൊസിഷൻ. ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പൊസിഷൻ. അപ്പോൾ അൺആൾട്ടേർഡ് ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ cash position of the company will remain unaffected as there is no inflow or outflow of cash on the issue of bonus shares. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് വഴി
ഒരു ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ഉണ്ടാകില്ല. ക്യാഷിൻ്റെ യാതൊരുവിധമായ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അൺആൾട്ടേർഡ് ആയിട്ട്, മാറ്റമില്ലാതെ അതുപോലെ തന്നെ അൺഅഫക്റ്റഡ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് അത് അൺആൾട്ടേർഡ് ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്. ക്യാഷ് പൊസിഷന് യാതൊരു വിധമായ മാറ്റവും ഉണ്ടാകത്തില്ല. പിന്നെ പറയുന്നു മോർ റിയലിസ്റ്റിക് ബാലൻസ് ഷീറ്റ്. അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് വിൽ റിവീൽ മോർ റിയലിസ്റ്റിക് പിക്ചർ ആഫ്റ്റർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കൂടുതലും റിയലായിട്ട്, കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ റിവീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് മോർ റിയലിസ്റ്റിക് ബാലൻസ് ഷീറ്റ്. ദെൻ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റ് വർത്തിനെസ്. അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓൾവേസ് ഇൻക്രീസ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കമ്പനി വിച്ച് ഹെൽപ്പ് ദ കമ്പനി ടു റേസ് ഫണ്ട് അറ്റ് ലോവർ റേറ്റ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ കൂട്ടുന്നതാണ്, ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും, ലോവർ റേറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും, ക്രെഡിറ്റ് വർത്തിനെസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഇൻഎക്സ്പെൻസീവ് മോഡാണ്, ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലാണ് പറയാം. പിന്നെ വൈഡർ മാർക്കറ്റബിലിറ്റി ഉണ്ട്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഈസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ്ഡ്. ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ വൈഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റബിലിറ്റി കിട്ടുന്നു. ദെൻ ഗീവ്സ് എ ഗ്രീൻ സിഗ്നൽ ഓഫ് ഗ്രോത്തിനുള്ളൊരു ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഗീവ്സ് എ പോസിറ്റീവ് സൈൻ ടു ദ മാർക്കറ്റ് ദാറ്റ് ദ കമ്പനി ഈസ് ഇറ്റ് ലോങ് ടേം ഗ്രോത്ത് പാത്ത്. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അത് വളർച്ചയുടെ ഒരു പാതയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ സാറ്റിസ്ഫൈസ് ദ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇംപ്രൂവ് ദ ഇമേജ് ഓഫ് ദ കമ്പനിയുടെ ഓവറോൾ ഇമേജ് ഇംപ്രൂവ് ചെയ്യാൻ, കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ് സഹായിക്കും. ഇത്രയുമാണ് കമ്പനിക്ക് ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് ആണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് വഴി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ഗുണമാണുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രീ അഡീഷണൽ ഷെയർസ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസാണ് ബോണസ് ഷെയർ. അതുകൊണ്ട് തന്നെ അവർ ഒന്നും കൊടുക്കാതെ തന്നെ, കൺസിഡറേഷൻ ഒന്നും പേ ചെയ്യാതെ തന്നെ അവർക്ക് അഡീഷണൽ ഷെയർസ് ലഭിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇമ്മീഡിയറ്റ്ലി റിയലൈസബിൾ. അതായത് ദോ ഹൈ റേറ്റ് ഓഫ് ക്യാഷ് ഡിവിഡൻഡ് ഈസ് നോട്ട് റിസീവ്ഡ്, ദ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റിയലൈസ് ക്യാഷ് ബൈ സെയിൽ ഓഫ് ഷെയർസ് റിസീവ്ഡ് അറ്റ് ബോണസായിട്ട് റിസീവ് ചെയ്ത ഷെയർസ് അവർക്ക് വിറ്റിട്ട് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ക്യാഷ് റിയലൈസ് ചെയ്യാം എന്ന് പറയുന്നു. അതാണ് ഇമ്മീഡിയറ്റ്ലി റിയലൈസബിൾ എന്ന് പറയുന്നത്. ദെൻ നോട്ട് ടാക്സബിൾ അല്ല. ഷെയർ ഹോൾഡേഴ്സ് യാതൊരു വിധമായ ടാക്സും പേ ചെയ്യേണ്ടതായിട്ടില്ല ബോണസ് ഷെയർസിന്. പിന്നെ ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ ഇൻകം. ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫ്യൂച്ചർ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ദേ ഗെറ്റ് ഡിവിഡൻറ്റ് ഓൺ ദെയർ ഇൻക്രീസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ലഭിക്കും? ഡിവിഡൻറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ ഡിവിഡൻറ്റ് ഇൻകം വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് ദെയർ ഏർലിയർ ഡിവിഡൻറ്റ് ഇൻകം. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവരുടെ ഡിവിഡൻറ്റ് ഇൻകം എന്ന് പറയുന്നത് മുന്നത്തേക്കാളും കൂടുതലായിരിക്കും എന്ന് പറയുന്നു. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഷെയർസ് ടു ദ കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും നമ്മൾ കണ്ടു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഇനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു ഡിക്ലൈൻ ഇൻ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ്. അവിടെ എന്താ പറയുന്നത്? ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് മേ ക്രിയേറ്റ് കൺഫ്യൂഷൻ ഇൻ ദ മൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം റേറ്റ് ഓഫ് ഡിവിഡൻറ്റിൽ ഒരു ഡിക്ലൈനാണ് അവിടെ പറയുന്നത്. അപ്പം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേനും പെട്ടെന്നൊരു ഷാർപ്പായിട്ടൊരു ഡിക്ലൈൻ, ഒരു കുറവ് ഡിവിഡൻറ്റ് റേറ്റിൽ ഉണ്ടാകുമ്പം അത് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഒരു കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ജനിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഈ ഡിവിഡൻറ്റ് റേറ്റ് കുറയുമ്പോൾ. അപ്പോൾ അത് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ സ്പെക്കുലേറ്റീവ് ഡീലിംഗ്. അതായത് ബോണസ് ഇഷ്യൂ യൂഷ്വലി എൻകറേജസ് സ്പെക്കുലേറ്റീവ് ഡീലിങ്സ് ഇൻ ദ ഷെയർസ് ഓഫ് കമ്പനി. സ്പെക്കുലേറ്റീവ് ഡീലിങ്സ് ആണ് കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്. അത് കൂടുതൽ റിസ്ക് ആയതുകൊണ്ട് തന്നെ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നു. ദെൻ അഫക്റ്റിംഗ് ലിക്വിഡിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിക്വിഡിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ ഷെയർസ് മാർക്കറ്റിൽ ഫ്ലഡ് ആകുമ്പോൾ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് യൂഷ്വലി ഫോൾ വിച്ച് വിൽ അഫക്ട് ദ ലിക്വിഡിറ്റി.
മാർക്കറ്റ് വാല്യൂ റെഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. മാർക്കറ്റ് വാല്യൂ റെഡ്യൂസ് ചെയ്യുമ്പം അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിക്വിഡിറ്റിനെ ബാധിക്കും എന്ന് പറയുന്നു. ദെൻ റിഡക്ഷൻ ഇൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. Reduction in accumulated profit and reserve on issue of bonus shares make the outsiders feel that the company is weaker than earlier. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണല്ലോ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ റിസർവ് കുറയുമ്പോൾ ഔട്ട്സൈഡേഴ്സിന് എന്ത് ഫീൽ ആകും? കമ്പനി വീക്കാണ്, നേരത്തെക്കാളും കമ്പനി വീക്കാണെന്നൊരു ഫീലിംഗ് ആയിരിക്കും അവരിൽ ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കാണാം. നെക്സ്റ്റ് പറയുന്നത് ഫർഗോസ് ക്യാഷ് ഇക്വലൻ്റ്. അതായത് വെൻ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ത്രൂ ബോണസ് ഇഷ്യൂ, കമ്പനി ഫർഗോസ് ക്യാഷ് ഇക്വലൻ്റ് ടു ദ എമൗണ്ട് ഓഫ് ബോണസ് സോ അപ്ലൈ ഫോർ ദി പർപ്പസ്. എന്താ പറയുന്നത് നോക്കിയേ, ക്യാഷ് ഇക്വലൻ്റ് ഫർഗോ ചെയ്യുന്നത് ക്യാഷ് ഇക്വലൻസ് ഉപേക്ഷിക്കുന്നു. ഈ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം കമ്പനി ക്യാഷ് ഇക്വലൻസ് ഉപേക്ഷിക്കുന്നു. ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റിയാണ്, അസറ്റുമായിട്ടുള്ള വിത്ത് അസറ്റ്സ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് വിത്ത് അസറ്റ്സ് ആണ്. അവർക്ക് ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ആയിരിക്കും, ക്രെഡിറ്റ് റേറ്റിംഗ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രീംലി അത് ലിക്വിഡ് ആയിരിക്കും. ക്രെഡിറ്റ് റേറ്റിംഗ് കൂടുതലായിരിക്കും, ലിക്വിഡ് ആയിരിക്കും. അത്തരത്തിലുള്ളതിനാണ് നമ്മൾ ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഇക്വലൻസ് ഉപേക്ഷിക്കുന്നു, അത് ഇതിൻ്റെ ഒരു ബോണസ് ഇഷ്യൂവിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. ദെൻ ലെങ്തി പ്രൊസീജിയർ, അതായത് പ്രയർ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ത്രൂ SAB മസ്റ്റ് ബി ഒബ്റ്റെയിൻ ബിഫോർ ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെബിയിലൂടെയുള്ള നേരത്തെ കൂട്ടിയുള്ള ഒരു അപ്രൂവലൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം ബോണസ് ഇഷ്യൂ നടത്താൻ ഡിലേ ഒക്കെ വരും. അപ്പോൾ അതൊരു ലെങ്തി പ്രൊസീജിയറാണ്. ഡിക്രീസ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, അതായത് ബോണസ് ഇഷ്യൂവിന് ശേഷം ഇഫ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഇസ് നോട്ട് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ ബി ഡിക്രീസ്ഡ്. അപ്പോൾ എന്താ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, റേറ്റ് ഓഫ് പ്രോഫിറ്റ് വീണ്ടും കൂടിയില്ല എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് പറയുന്നത് ഡിക്രീസ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഹൈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അടുത്ത പറയുന്നത് എന്താ? ബോണസ് ഷെയർ പ്ലാനിൻ്റെ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് പേയിങ് എ ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനേക്കാളും വളരെ കൂടുതലാണ് കോസ്റ്റ് ഓഫ് അഡ്മിനിസ്റ്ററിങ് എ ബോണസ് ഷെയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കിയേ, സെബി ഗൈഡ് ലൈൻസ് ഓൺ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു, കണ്ടീഷൻസ് ആണ് പറയുന്നത്. There should be a provision in the article of association of the company for the issue of bonus shares. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഒരു പ്രൊവിഷൻ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നു there may be issued out of general reserve or capital profit. അപ്പം നമ്മൾ നേരത്തെ കണ്ടു അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്നൊക്കെ ആയിരിക്കണം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. Then total amount permitted to be capitalized for bonus share issue shouldn't exceed total paid up equity of the company. അപ്പം ബോണസ് ഷെയറിനായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എന്തിൽ കൂടാൻ പാടില്ല? കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റിനേക്കാളും കൂടാൻ പാടില്ല. ദെൻ റെസിഡ്യൂവൽ റിസർവ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദി ഇൻക്രീസ്ഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ റിസർവ്, റെസിഡ്യൂവൽ ബാക്കിയുള്ള റിസർവ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇൻക്രീസ്ഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 40% ഉണ്ടായിരിക്കണം. പിന്നെ ബോണസ് ഷെയർസ് ആർ പെർമിറ്റഡ് ഓൺലി ഇഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്. പാർട്ട്ലി പെയ്ഡ് അപ്പ് എല്ലാം ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് ബോണസ് ഷെയർസ് പെർമിറ്റ് ചെയ്യത്തുള്ളൂ എക്സിസ്റ്റിംഗ് ഷെയർസിന്. ദെൻ എക്സിസ്റ്റിംഗ് ഷെയർസ് എല്ലാം ഫുള്ളി പെയ്ഡ് അപ്പ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ബോണസ് ഷെയർസ് പെർമിറ്റഡ് ആകുള്ളൂ. അതാണ് പറഞ്ഞത്. പിന്നെ നോ ഇഷ്യൂ ക്യാൻ ബി മെയ്ഡ് വിതിൻ 12 months ഓഫ് എനി പബ്ലിക് ഇഷ്യൂ ഓർ റൈറ്റ് ഇഷ്യൂ. എന്താ പറയുന്നത്? ബോണസ് ഇഷ്യൂ നടത്താൻ പാടില്ല എപ്പോൾ? മെയ്ഡ് വിതിൻ 12 months ഓഫ് എനി പബ്ലിക് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ നടത്തിയാൽ അതിന് 12 മാസത്തിനുള്ളിൽ നമുക്ക് മറ്റൊരു ഇഷ്യൂ നടത്താൻ സാധിക്കില്ല. ദെൻ എ റെസൊല്യൂഷൻ ഫോർ ദി പ്രപ്പോസ്ഡ് ക്യാപിറ്റലൈസേഷൻ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആര് അപ്രൂവ് ചെയ്തിരിക്കണം? ജനറൽ ബോഡി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ ബോഡി അപ്രൂവ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ഇത്രയുമാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ. നെക്സ്റ്റ് നോക്കിയേ, EIPO. EIPO എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫേഴ്സ് ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺലൈൻ സിസ്റ്റം. ഓൺലൈൻ സിസ്റ്റം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തിയതാണ് EIPO എന്ന് പറയുന്നത്. അതൊരു മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ദെൻ EIPO ഈസ് ദ ന്യൂ മെത്തേഡ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ത്രൂ ഓൺലൈൻ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
അപ്പോൾ ഇലക്ട്രോണിക് മോഡിൽ ഓൺലൈൻ മോഡിലൂടെ ഓൺലൈൻ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ നടത്തിയാൽ അതിനെ നമുക്ക് EIPO എന്ന് പറയാൻ സാധിക്കും. കമ്പനി മേക്കിംഗ് പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി ഹാസ് ദ ഓപ്ഷൻ to issue securities through online system of stock exchange or through the existing banking channel. അപ്പോൾ ഓൺലൈൻ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബാങ്കിങ് ചാനലിലൂടെ എന്ത് ചെയ്യാം, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. ഏത് കമ്പനിക്കാണ്? പബ്ലിക് ഇഷ്യൂ സെക്യൂരിറ്റീസ് നടത്തുന്ന കമ്പനീസിന് EIPO വഴി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി ഇൻ EIPO the company has to appoint registered brokers for the purpose of accepting application and placing orders. EIPOയുടെ കേസിൽ എന്ത് ചെയ്യണം? കമ്പനി രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അവരാണ് ഈ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതും ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ഒക്കെ രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സ് ആയിരിക്കും. അതാണ് EIPOനെ പറ്റി പറയുന്നത്. ഇനി എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് EIPOയ്ക്കുള്ളത്? അതാണ് കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഒരു എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യണം. മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ്. ആരൊക്കെയായിട്ടാണ് എഗ്രിമെൻറ്റ്? എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ എന്തൊക്കെ കണ്ടൻസ് ആണ് എഗ്രിമെൻറ്റിലുള്ളത്? ഫസ്റ്റ് വൺ, എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യണം എന്നാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഒരു എഗ്രിമെൻറ്റ്, അതായത് ഓൺലൈൻ ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്നതിന് ഒരു റെക്വിസിഷൻ ആർക്ക് കൊടുക്കണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കണം. അതാണ് എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കണ്ടൻസ് ഓഫ് എഗ്രിമെൻറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി എഗ്രിമെൻറ്റിൽ ഉൾപ്പെടണം? അതായത് എന്തൊക്കെ റൈറ്റ് ആണ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ കമ്പനി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനിയുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും റൈറ്റ്സും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒബ്ലിഗേഷൻസും ഒക്കെയാണ് ആ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ എഗ്രിമെൻറ്റിൽ മേ ഓൾസോ പ്രൊവൈഡ് ഫോർ എ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ബിറ്റ്വീൻ കമ്പനി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനുള്ളൊരു മെക്കാനിസവും കൂടി എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യണം. രണ്ടാമത് പറയുന്നു അപ്പോയിൻമെൻറ്റ് ഓഫ് ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ബ്രോക്കേഴ്സ് ആരാണെന്ന് നോക്കിക്കേ. ബ്രോക്കേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ദ പർപ്പസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് കളക്ഷൻ സെൻറ്റേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഓൺലൈൻ സിസ്റ്റം ഓഫ് ഓഫർ ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ഈ ബ്രോക്കേഴ്സിനെയാണ് സെബി അപ്പോയിൻറ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സിനെയാണ് കളക്ഷൻ സെൻറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ദ ബ്രോക്കേഴ്സ് ഷുഡ് അക്സെപ്റ്റ് ദ മണി ഫ്രം ദെയർ ക്ലയൻറ്റ് ഫോർ എവറി ഓർഡർ പ്ലേസ്ഡ് ബൈ ദം. ഈ ബ്രോക്കേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ക്ലയൻസിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നത്. ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മണി അക്സെപ്റ്റ് ചെയ്യുന്നത് ബ്രോക്കേഴ്സ് ആയിരിക്കും. ഇനി എന്തെങ്കിലും തരത്തിൽ ക്ലയൻറ്റ് പേ ചെയ്യാൻ ഫെയിലായാൽ ബ്രോക്കർ ആയിരിക്കണം ആ പേയ്മെൻറ്റ് നടത്തേണ്ടതെന്നും പറയുന്നു. സെക്കൻഡ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ബ്രോക്കേഴ്സ് ആണ്. മൂന്നാമത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്പനി ഓർ ലീഡ് മാനേജർ. കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി, ലീഡ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കാം. കമ്പനി ഓർ ലീഡ് മാനേജർ ഷുഡ് എൻഷുർ ദാറ്റ് ദ ബ്രോക്കേഴ്സ് ഹാവിംഗ് ടെർമിനൽസ് ആർ അപ്പോയിൻറ്റഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് മാൻഡേറ്ററി കളക്ഷൻ സെൻറ്റേഴ്സ്. അപ്പം കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബ്രോക്കേഴ്സിനെ കറക്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അപ്പോൾ അവരാണ് എൻഷുർ ചെയ്യേണ്ടത്. ബ്രോക്കർ, ഈ അപ്പോയിൻറ്റ് ചെയ്ത ബ്രോക്കർ ഫിനാൻഷ്യലി സൗണ്ട് ആണ്, അയാൾ ഫിനാൻഷ്യലി കേപ്പബിൾ ആണ്. ഇൻ കേസ് ക്ലയൻറ്റ് എമൗണ്ട് നടത്താൻ പേ ചെയ്യാൻ ഫെയിലായാൽ ബ്രോക്കറല്ലേ അടയ്ക്കേണ്ടത്. സോ അയാൾ ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് ഉറപ്പ് വരുത്തണം. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ അടുത്ത് പറയുന്നത് കമ്മീഷൻ ടു ബ്രോക്കേഴ്സ്. കമ്പനി ഈ ബ്രോക്കേഴ്സിന് അവരുടെ സർവീസസിന് വേണ്ടി ഒരു കമ്മീഷൻ പേ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷുഡ് എൻഷുർ ദാറ്റ് ബ്രോക്കർ ഡസ് നോട്ട് കളക്ട് എ സർവീസ് ഫീ ഫ്രം ഹിസ് ക്ലയൻറ്റ്സ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ബ്രോക്കർ ഒന്നും സ്വീകരിക്കാൻ പാടില്ല ഫീസായിട്ട്. കമ്പനിയാണ് കമ്മീഷൻ കൊടുക്കേണ്ടത് ബ്രോക്കേഴ്സിന്. അഞ്ചാമത് പറയുന്നു അപ്പോയിൻമെൻറ്റ് ഓഫ് രജിസ്ട്രാർ ടു ദ ഇഷ്യൂ. അപ്പോയിൻമെൻറ്റ് ഓഫ് രജിസ്ട്രാർ ടു ദി ഇഷ്യൂ, അതായത് കമ്പനി ഷുഡ് അപ്പോയിൻറ്റ് എ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ഹാവിങ് ഇലക്ട്രോണിക്കലി കണക്ടിവിറ്റി വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം EIPO അല്ലേ, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്കലി കണക്ടിവിറ്റി, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഇലക്ട്രോണിക്കലി കണക്ടിവിറ്റി ഉള്ള ഒരു രജിസ്ട്രാർ ടു ദി ഇഷ്യൂവിനെ കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ദെൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. Company may, subject to the listing requirements of its regional stock exchange, apply for listing of its securities on an exchange through online system. Listing of securities, listing requirements, regional stock exchange listing requirements എല്ലാം കമ്പനി അറിഞ്ഞിരിക്കണം. കോർഡിനേഷൻ ബൈ ലീഡ് മാനേജർ. ലീഡ് മാനേജർ ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്? എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കും? ലീഡ് മാനേജർ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നു ഡിസ്ക്ലോഷർ ഇൻ ദ പ്രോസ്പെക്ടസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോം. അതായത് ആ പ്രോസ്പെക്ട്സിലും ആപ്ലിക്കേഷൻ ഫോമിലും എല്ലാം ഡിസ്ക്ലോസ് വെളിപ്പെടുത്തിയിരിക്കണം. എന്താണ്? ബ്രോക്കേഴ്സിൻ്റെ പേര്,
അതുപോലെ തന്നെ മറ്റ് ഇൻ്റർമീഡിയറീസ് ഉണ്ടെങ്കിൽ അവർ, ലീഡ് മാനേജേഴ്സ്, രജിസ്ട്രാർസ്, ഇവരുടെ എല്ലാം ഡീറ്റെയിൽസ് പേര് പ്രോസ്പെക്ട്സിൽ ഉണ്ടായിരിക്കണം, ആപ്ലിക്കേഷൻ ഫോമിലും. നെക്സ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ദി ഇഷ്യൂ. Company should make an advertisement in one English daily and one Hindi daily with nationwide circulation. ഒരു ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പറിലും ഹിന്ദി ഡെയിലി ന്യൂസ് പേപ്പറിലും കമ്പനി ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. ദെൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഇതിനെല്ലാം ശേഷം എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ മാൻഡേറ്ററി കളക്ഷൻ സെൻറ്റേഴ്സ്. അതായത് ഇൻ റെസ്പെക്ട് ഓഫ് ഇഷ്യൂ ഓഫ് 10 crores or more, രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ഷുഡ് ഓപ്പൺ സെൻറ്റേഴ്സ് ഫോർ കളക്ഷൻ of direct application at the metropolitan centers at Delhi, Mumbai, Chennai and Kolkata. അതായത് 10 കോടിയിൽ മുകളിലുള്ള ഇഷ്യൂ ആണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, രജിസ്ട്രാറിനൊരു കളക്ഷൻ സെൻറ്റർ ഓപ്പൺ ചെയ്യാം മെട്രോപൊളിറ്റൻ സിറ്റീസിൽ. കളക്ഷൻ സെൻറ്റേഴ്സ്, അതാണ് മാൻഡേറ്ററി കളക്ഷൻ സെൻറ്റേഴ്സ്. നെക്സ്റ്റ് പറയുന്നു ബ്രോക്കേഴ്സ് ഒബ്ലിഗേഷൻസ്. ബ്രോക്കറിൻ്റെ കടമകൾ എന്തൊക്കെയാണ്, ഒബ്ലിഗേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബ്രോക്കർ should collect the client's registration form duly filled up and signed from the applicant before placing the order in the system as per know your client rule. അപ്പം സെബി സ്പെസിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നോ യുവർ ക്ലയൻറ്റ് റൂള്. അപ്പോൾ അത് പ്രകാരം ബ്രോക്കർ ഈ ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോമൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വാങ്ങിക്കണം. അതുപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആപ്ലിക്കൻറ്റിൻ്റെ സൈൻ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം. പിന്നെ ബ്രോക്കർ എന്ത് ചെയ്യാം, എമൗണ്ട് കളക്ട് ചെയ്യാം. ബ്രോക്കർ ഷുഡ് ഓപ്പൺ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ബ്രോക്കറിന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബ്രോക്കർ ഷുഡ് ഡൗൺലോഡ് ഓർ ഫോർവേഡ് ദ ഓർഡർ ഡേറ്റ് ടു ദി രജിസ്ട്രാർ. അപ്പം ഇഷ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഇഷ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കർ എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രോക്കറിൻ്റെ ഒബ്ലിഗേഷനായിട്ട് വരുന്നത്. ലാസ്റ്റ് ആ ഫൈനൽ സ്റ്റേറ്റസ് ഓഫ് ഓർഡർ ആർക്ക് സെൻഡ് ചെയ്യണം, രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യണം. ദെൻ ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഇഷ്യൂ. എന്തിൻ്റെ ബേസിസിലാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്? അതായത് ഓൺ ദ ക്ലോഷർ ഓഫ് ഇഷ്യൂ, റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അലോങ് വിത്ത് ദ ലീഡ് മെർച്ചൻ്റ് ബ്രോക്കർ ഷുഡ് എൻഷുർ ദാറ്റ് ദ ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഫെയർ ആൻഡ് പ്രോപ്പർ മാനർ. അതായത് ഒരു ന്യായമായ രീതിയിലാണ്, പ്രോപ്പറായിട്ടാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഒക്കെ നടത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താം. ദെൻ റോൾ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റോൾ എന്താണ് പറയുന്നത്? അലോട്ട്മെൻറ്റ് ബേസിസ് ഒക്കെ ഫൈനലൈസ് ചെയ്തതിനു ശേഷം ദ കമ്പനി ഓർ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ഷുഡ് സെറ്റ് ദ കമ്പ്യൂട്ടർ ഫയൽ കണ്ടെയ്നിങ് അലോക്കേഷൻ ഡീറ്റെയിൽസ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാം അലോട്ട്മെൻറ്റ് ബേസിസ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനി എന്ത് ചെയ്യും, ഈ കമ്പ്യൂട്ടർ ഫയലിങ് ആർക്കയക്കും, ഈ അലോക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ കമ്പ്യൂട്ടർ ഫയൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ആപ്ലിക്കൻസിന് അയക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അത് പ്രോസസ്സ് ചെയ്ത് ആൻഡ് ജനറേറ്റ് ദ ബ്രോക്കർ വൈസ് ഫണ്ട് പേ ഇൻ ഓബ്ലിഗേഷൻ ആൻഡ് ഷുഡ് സെൻഡ് ദ ഫയൽ കണ്ടെയ്നിങ് അലോക്കേഷൻ ഡീറ്റെയിൽ ടു ദ മെമ്പർ ബ്രോക്കേഴ്സ്. പിന്നീട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അത് പ്രോസസ്സ് ചെയ്ത് മെമ്പർ ബ്രോക്കേഴ്സിനേക്ക് അയച്ചു കൊടുക്കുന്നത്. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫെയിലിയർ ടു പേ ആപ്ലിക്കേഷൻ മണി ബൈ സക്സസ്ഫുൾ ആപ്ലിക്കൻസ്. സക്സസ്ഫുൾ ആപ്ലിക്കൻസ് പേയ്മെൻറ്റ് നടത്താൻ ഫെയിലായാൽ ആരായിരിക്കണം ആ പേയ്മെൻറ്റ് നടത്തുന്നത്? ബ്രോക്കർ ആയിരിക്കണം. അപ്പോൾ ബ്രോക്കർ അത് അടച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ഡീഫോൾട്ടറായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയും. ദെൻ റീഫണ്ട് ഓഫ് ആപ്ലിക്കേഷൻ മണി. ബ്രോക്കേഴ്സ് ഫണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ if the minimum subscription is not received, application money received is refund. ബ്രോക്കർ പണം അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മണി അത് റീഫണ്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആപ്ലിക്കൻസിന്. പിന്നെ പറയുന്നു ഓപ്ഷൻ ടു സബ്സ്ക്രൈബേഴ്സ്. Subscribers to the issue should have an option to receive the security certificate or collect the securities in dematerialized form. ഈ IPO ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിന് അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അവരുടെ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റും മറ്റ് സെക്യൂരിറ്റീസും ഒക്കെ കളക്ട് ചെയ്യുന്നത് ഏത് ഫോമിലായിരിക്കും? ഇലക്ട്രോണിക് ഫോമിലായിരിക്കും. ദെൻ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. On payment and receipt of the sum payable on application for the amount towards minimum subscription, company should allot the shares to the applicants. എല്ലാം കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ മണിയും അടച്ചു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യാം? കമ്പനി ഷെയർസ് അലോട്ട് ചെയ്യുക, ആപ്ലിക്കൻസിന് ഷെയർ അലോട്ട് ചെയ്യുന്നതായിരിക്കും സെബി ഗൈഡ് ലൈൻസ് പ്രകാരം. ദെൻ ടൈം ലിമിറ്റ് ഫോർ അലോട്ട്മെൻറ്റ്. അതായത് ഒരു ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഷുഡ് ബി മെയ്ഡ് നോട്ട് ലേറ്റർ ദാൻ 15 days ഫ്രം ദ ക്ലോഷർ ഓഫ് ഇഷ്യൂ. ഇഷ്യൂ ക്ലോസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ തന്നെ, അതിൽ 15 ദിവസത്തിൽ കൂടാൻ പാടില്ല സെക്യൂരിറ്റി അലോട്ട് ചെയ്യുന്നത്.
അങ്ങനെയില്ല ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 15% ഷുഡ് ബി പേയബിൾ. 15% ഇൻട്രസ്റ്റ് റേറ്റും കൂടെ അടയ്ക്കേണ്ടതായിട്ട് വരും. Then dispatch certificates. Registrar to the issue should post the share certificate to the investors or instruct the depository to credit the deposit account of each investor. എന്താ പറയുന്നത്? സർട്ടിഫിക്കറ്റ് ഡിസ്പാച്ച് ചെയ്യുക. ആരാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്? രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ആണ് സർട്ടിഫിക്കറ്റ്, ഷെയർ സർട്ടിഫിക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെബി ഗൈഡ് ലൈൻസിൽ പറയുന്നത്. എന്തിൻ്റെയാണ്? ഈ IPOയുടെ സെബി പറഞ്ഞ പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ബ്രോക്കേഴ്സ്, റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്പനി ഓർ ലീഡ് മാനേജർ, കമ്മീഷൻ ടു ബ്രോക്കേഴ്സ്, appointment of registrar to the issue, listing, coordination by lead manager, disclosure in the prospectus, advertisement of the issue, submission of applicants, mandatory collection centers, brokers obligations, basis of allotment of shares, role of stock exchange, failure to pay application money, refund of application money, option to subscribers, allotment of shares, time limit for allotment, and dispatch certificates.